അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം നടത്തി. പ്രതികളെ കണ്ടെത്തിയില്ല. പക്ഷേ അവരെ 5 പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി. ക്യാമറകൾ പരിശോധിച്ചു. 5 പേരുടെയും ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ 5 പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും. വീടുകളിൽ കയറി റെയ്ഡ് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല, അതിപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടത്തുന്നത്. എന്തായാലും പോലീസ് തീവ്രമായി അവരെ പിടിക്കാൻ ശ്രമിക്കുന്നു കരുതുന്നു. അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ 2 പേരും, ഈ 2 പേരെ കൃത്യമായി എനിക്കറിയാം. ഈ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPM-ൻ്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ടം നിർദ്ദേശമുണ്ടല്ലോ, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നോട് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുക. അതിന് എന്തെങ്കിലും ചെറിയ കാരണം അവർ പറയും. പക്ഷേ ഇതാണ് ചെയ്യുന്നത്. അവർക്ക് 1 മണിക്കൂർ പ്ലാൻ ചെയ്യാൻ കിട്ടി. എന്നെ കൊല്ലുക എന്ന് അതിക്രൂരമായിട്ട്. മാത്രമല്ല വണ്ടിക്കകത്ത് ഈ കയറിയ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആൾ എന്നെ സീറ്റിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ കൊങ്ങായിക്ക് പിടിച്ചത്, നീ ചാവട്ടറ, നിന്നെ കൊല്ലാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ ചാവട്ടെ എന്ന് പറഞ്ഞ് എന്നെ കൊങ്ങായിക്ക് പിടിച്ച് എന്നെ ശ്വാസം പൊട്ടിച്ചു. ഈ ശ്വാസം പൊട്ടിച്ച സമയത്താണ് ഞാൻ പറഞ്ഞ എൻ്റെ പുറകെ വന്നിരുന്ന ആൾ ഇടിച്ചകത്ത് കയറുന്നതും ഈ സമയത്ത് എനിക്ക് സീറ്റ് ബെൽറ്റ് ഊരി അപ്പുറത്തേക്ക് മാറാൻ പറ്റും. അതായത് കൊല്ലുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വന്നതാണ്. അതാണ് സംഭവിച്ചത്. ഈ CPM ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് താങ്കളോട് സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നത്? 2 ഈ മാത്യൂസ് കൊല്ലം